ഇന്ന് തുടങ്ങല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ലാലേട്ടൻ്റെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് മലയാള പ്രേക്ഷകരെല്ലാം. ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയാകുന്ന ചിത്രമാണ് ആദ്യമായിട്ട് ഓണം റിലീഫായി എത്താൻ പോകുന്നത്. ഈ 6-ാം തീയതിയാണ്, ഓഗസ്റ്റ് 6-നാണ് ചിത്രം റിലീഫ് ചെയ്യാൻ പോകുന്നത്. ഇതിനിടയിൽ മോഹൻലാൽ അതിനകത്ത് മുഖ്യ കഥാപാത്രമായി എത്തുന്നു. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ പൃഥ്വിരാജ് കുമാരൻ നായകനായ ഖലീഫ എന്ന ചിത്രത്തിലും ലാലേട്ടനൊരു റോളുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ 2 ചിത്രങ്ങളാണ് ഓണക്കാലത്ത് ലാലേട്ടന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതിന് ഒരു കാരണം. ഇതിനിടയിൽ ലാലേട്ടൻ്റെ അതിമനോഹരം എന്ന ചിത്രം, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള പ്രത്യേകതയുണ്ട്. ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലാലേട്ടൻ താടി വടിച്ച് വളരെ നാളിന് ശേഷം അഭിനയിക്കുന്നു. അതിനകത്ത് പോലീസ് ഓഫീസറുടെ കഥാപാത്രമാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നത്. തുടരും എന്ന ചിത്രത്തിന് മേലെയാണോ ഈ അതിമനോഹരം എന്ന ചിത്രമാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീര ജാസ്മിനും ലാലേട്ടനും ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായി എത്തുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതിമനോഹരത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഏതായാലും അടുത്ത് തന്നെ അതിമനോഹരത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകും എന്ന് തന്നെ അറിയുന്നു. ഇതിനിടയിലാണ് ലാലേട്ടൻ മറ്റൊരു പോലീസ് ഓഫീസറിൻ്റെ കഥാപാത്രവുമായിട്ട് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റാരുടെയും ചിത്രമല്ല, ഷാഹി കബീർ എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെല്ലാം തന്നെ മലയാള പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളതാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചാക്കോച്ചൻ്റെ ചിത്രം, നായാട്ട്, അത് ജോജുവും പിന്നെ ചാക്കോച്ചനുമായിരുന്നു. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് ജോസഫ് എന്ന ജോജുവിൻ്റെ ചിത്രം. ഇതൊക്കെ തന്നെ ഇതിൻ്റെ എല്ലാം തിരക്കഥാകൃത്ത് ഷാഹി കബീറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റോറികളായിരുന്നു ഇതെല്ലാം തന്നെ. നമ്മളെ ത്രസിപ്പിച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ റോന്ത് എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രവും പോലീസ് കഥാപാത്രം തന്നെയായിരുന്നു. അപ്പോൾ ലാലേട്ടനോട് ഒരു തിരക്കഥ പറഞ്ഞു, ലാലേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തിരക്കഥ പൂർത്തീകരിക്കാൻ വേണ്ടി ലാലേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടനുമായിട്ട് ചേർന്ന ഒരു കഥ ആയതുകൊണ്ട് വളരെ സസൂക്ഷ്മം ഞാൻ ആ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഉന്മാദം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നുണ്ട്. ഉന്മാദം എന്ന ചിത്രം ഈ 31-ന് റിലീഫാകാനുള്ള ചിത്രമാണ്. അതൊരു പോലീസ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ചാക്കോച്ചൻ തന്നെയാണ് അതിനകത്തെ നായകൻ. പോലീസുകാരനായിരുന്ന ഷാഹി അതിൽ നിന്ന് ആണ് സിനിമയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈവശം അനേകം പോലീസ് സ്റ്റോറികളുണ്ട്. പോലീസ് സ്റ്റോറികൾ ലാലേട്ടൻ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ബാബ കല്യാണി. അതുപോലെ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പഴയ മോഹൻ്റെ ഒരു ചിത്രമാണ്, മുഖം. അത് ആ കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ പോലീസ് എന്ന് കേൾക്കുമ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ചിത്രമുണ്ട്. അതിനകത്തും രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രം, ഒരു കൊലപാതകം കണ്ടുപിടിക്കുന്നത്, അതൊരു പ്രത്യേക രീതിയിലാണ് അത് പറഞ്ഞു പോയത്. അങ്ങനെ ഒരു രീതിയിലുള്ള കഥാപാത്രമാണോ ഷാഹി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓഫീസർ ഡ്യൂട്ടി ആയാലും ജോസഫ് ആയാലും റോന്തായാലും ഇതിലൊക്കെ വ്യത്യസ്തമായ പോലീസ് സ്റ്റോറികളായിരുന്നു പറഞ്ഞു പോയത്. പോലീസ് സ്റ്റോറികളെന്നും മലയാള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അതിൽ ലാലേട്ടനും കൂടെ നായകനായി എത്തുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഉന്മാദത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ വാർത്ത പുറത്തു വിടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് മലയാള പ്രേക്ഷകർ. ഇത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാണ്. കാരണം ഷാഹി കബീറിൻ്റെ മിക്കവാറും ചിത്രങ്ങളുടെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ചിത്രങ്ങളാണ്. ലാലേട്ടൻ മലയാളത്തിലെ ഏറ്റവും പ്രൗഡ്ഫുള്ളറായ നായകനുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു മികച്ച കഥ തന്നെ, മികച്ച സിനിമ തന്നെ മലയാള പ്രേക്ഷകർക്ക് കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. അതുതന്നെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ തുടർച്ചയായിട്ടുള്ള പോലീസ് സ്റ്റോറികൾ, പോലീസ് കഥാപാത്രങ്ങളൊക്കെ മലയാള പ്രേക്ഷകർ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും സംഭവിക്കട്ടെ, എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ. ഇതിനിടയിൽ ഓണത്തിനെത്തുന്ന 2 ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ അതിമനോഹരം എന്ന ചിത്രവും. ഇന്ത്യയിലെ ലാലേട്ടൻ്റെതായ അനേകം ചിത്രങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഓരോന്നായിട്ട് ഓരോ വീഡിയോയിലും നമുക്ക് പ്രതിപാദിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.